ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതമേ. ഞങ്ങൾ റെഡി ആവുകയാണ് കേട്ടോ, ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി. എവിടാന്നല്ലേ, നമ്മളെല്ലാവരും ജൂൺ മാസം ആദ്യം അല്ലെങ്കിൽ മെയ് മാസം അവസാനം ഒരു പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങുമല്ലേ. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ വേണ്ടി, അല്ല ജൂൺ ആദ്യം നമ്മുടെ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി അവർക്ക് ആവശ്യമായ ബാഗ്, ടെസ്റ്റ്, അവർക്ക് നോട്ട് ബുക്കുകൾ, വാട്ടർ ബോട്ടിൽ, സ്നാക്സ് ബോക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ വേണ്ടി അല്ലേ. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഹാപ്പിനെസ് അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ മാതാപിതാക്കൾ മെയ് അവസാനം ജൂൺ ആദ്യമൊക്കെ സ്കൂൾ തുറക്കുന്ന ടൈമിലൊക്കെ അല്ലേ. പക്ഷെ ഞങ്ങൾ പോകുന്നത് ഈ ജൂലൈ മാസം ആണ് കേട്ടോ. എന്താ പറഞ്ഞു വരുന്നതെന്നല്ലേ, വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച തൊട്ടാണ്, അതായത് ജൂലൈ പാതി തൊട്ട്. എന്താ കാരണമെന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ അങ്ങ് പത്തനംതിട്ടയിലായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്ത് ആണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്, ഞങ്ങൾ അവിടെയാണ് താമസം, ഹസ്ബൻഡിൻ്റെ വീട് അവിടെയാണ്. പക്ഷേ എൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ 2 മാസമായിട്ട് നിന്നത്. അപ്പം കുഞ്ഞുങ്ങളെ 1 മാസത്തോളം അല്ലെങ്കിൽ 1.5 മാസത്തോളം സ്കൂളിൽ വിടാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങെത്തി. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇത്ര നേരത്തെ തന്നെ ഇങ്ങെത്തിയത്. അപ്പം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. സ്കൂളിൽ വിടാൻ വേണ്ടി റെഡിയായില്ല, അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി ഇറങ്ങിയതാണ്. അപ്പം ഞാനും ഏട്ടനും മോളും കൂടിയാണേ പോകുന്നത്. അതായത് മോനെ കൊണ്ടുപോകുന്നില്ല, അവൻ ഉറക്കമായിരുന്നു, അവനെ കൊണ്ടുപോകണമായിരുന്നു, അവന് ഷൂ വാങ്ങാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയപ്പം അവൻ ഉറക്കമായിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊളിക്കോട് ഗൾഫ് മാർക്കറ്റിലാണ് പോയത്, ഒരു ഫാൻസി കട. ഞങ്ങൾ സ്ഥിരം അവിടെ നിന്നാണ് സാധനം വാങ്ങുന്നത് കേട്ടോ. കഴിഞ്ഞ കൊല്ലവും കുഞ്ഞുമോൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബാഗൊക്കെ എടുത്തു കേട്ടോ. അവർക്ക് 2 പേർക്ക് ബാഗ് വേണമായിരുന്നു, അതെടുത്തു. പിന്നെ അവർക്ക് ക്ലാസ്സിലേക്ക് കൊണ്ടുള്ള ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഒരു വീഡിയോ ആക്കി, ഒരു ചെറിയ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ലോങ് വീഡിയോ ആക്കി അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കാണിക്കാം. എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ തെർമോക്കോൾ വാങ്ങിച്ചു, അവർക്കൊരു കുഞ്ഞ് 2 വീട് പണിത് കൊടുത്തു വിടാൻ ഒരു വർക്കുണ്ട്, ക്ലാസ് വർക്ക്. അപ്പം അതിനുവേണ്ടി ഞാൻ തെർമോക്കോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലുണ്ടല്ലോ ഏട്ടൻ ATM പോയി കേട്ടോ പൈസ എടുക്കാൻ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട വന്നു, ഞാനും മോളും. പിന്നെ അവിടെ കടയിലെ ആൻറ്റിയോടൊക്കെ കാര്യം പറഞ്ഞ് കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. പിന്നെ അവർ മോൾക്ക് 2 വളയൊക്കെ കൊടുത്തു കേട്ടോ കടയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത്. അങ്ങനെ ഏട്ടനെ വെയിറ്റ് ചെയ്ത് ATM നിന്ന് ഏട്ടൻ പൈസയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ അടുത്തൊരു കടയിലേക്ക് പോയി കേട്ടോ. കടയിലേക്ക് പോയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നമ്മൾ ബാത്റൂം പണിയുന്നുണ്ട്. അപ്പം അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതും വാങ്ങി. പിന്നെ ബാത്റൂം ക്ലോസറ്റ് വാങ്ങണമായിരുന്നു, അപ്പം അതൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ പോയി. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വീട്ടിലേക്ക് പോരുന്ന വഴി ഞങ്ങൾക്ക് പിന്നെ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. സാധനം എന്ന് വെച്ചാൽ കുറച്ച് എണ്ണക്കടികളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ വാങ്ങിയിട്ട് ഞാനും ഏട്ടനും മോളും കൂടിയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആക്കി ഇട്ടേക്കാമേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.